പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ വിടുതലിനായിട്ടും സൗഖ്യത്തിനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ വിടുതലിൻ്റെ അനോയിൻറ്റിങ് നമ്മുടെ കുടുംബത്തിൽ വരാൻ നമുക്ക് ആഗ്രഹിക്കും. ഓരോ കുടുംബത്തിലും, ഓരോ വ്യക്തിയിലും, ഓരോ സ്ഥലത്തും, ഓരോ വ്യക്തിയിലും കൃപയൊഴുകാൻ വീണ്ടും പ്രാർത്ഥിക്കാം. ജെറമിയ 15:19 വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലാകും. നിൻ്റെ നാവ് എൻ്റെ പോലാകും, അല്ലെങ്കിൽ നീ എൻ്റെ നാവ് പോലാകും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലാകും. നാവിൻ്റെ നിയന്ത്രണം, പരിശുദ്ധാത്മ അഭിഷേകമുള്ള നാവുകൾ പാപം ചെയ്യാൻ പാടില്ല. പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരണം നാവ്. എങ്കിലേ ആ നാവിലൂടെ ദൈവകൃപ ഒഴുകുള്ളൂ. വിശുദ്ധ അന്തോനീസ് സുവിശേഷം പ്രസംഗിച്ച് അവസാനം വരുമ്പോൾ നാവ് അല്ലെങ്കിൽ തൊണ്ട അത് അഴുകിയില്ലെന്നാണ് ചരിത്രം പറയുന്നത്. മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുടെ നാവ് അഴുകിയിട്ട്, കാരണം ആ നാവ് മുഴുവനും ദൈവാത്മാവായിരുന്നു. നാവ് ദൈവാത്മാവ്, അഭിഷേകത്തിൻ്റെ നാവായിട്ട് മാറി. പാപമില്ലാത്തൊരു നാവ് വേണം. അന്യായ വിധികൾ, പാപങ്ങൾ, മ്ലേച്ഛതകൾ വമിക്കുന്നവ, കുറ്റം പറച്ചു വരുമ്പോൾ ആ നാവിൻ്റെ ഗ്രേസ് നഷ്ടപ്പെട്ടു പോവുക. പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ ആളുകൾ കുറ്റം പറയാൻ വരുമ്പോൾ ഓർത്തണം, നമ്മുടെ നാവിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയാണ് അവർ നമ്മുടെ ചുറ്റും കൂടുന്നത്. പ്രൈസ്. നമുക്ക് കിട്ടിയൊരു കൃപയുണ്ട്, നാവിൻ്റെ അനോയിൻറ്റിങ് കളയരുത്. പ്രൈസ്. അപ്പോൾ ആ നാവിനെ വിശുദ്ധീകരിക്കുക. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം: എൻ്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുവേ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. അപ്പോൾ നാവിന് നിയന്ത്രണമുണ്ടെങ്കിൽ ശരീരം നിയന്ത്രിക്കപ്പെടും, ജീവിതം നിയന്ത്രിക്കപ്പെടും, കുടുംബം ഡിസിപ്ലിൻ. കുടുംബത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ഡിസിപ്ലിൻ, അച്ചടക്കം എന്നതുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ആദ്യം ആ വ്യക്തി തൻ്റെ നാവിന് പൂട്ടും താക്കോലും വെക്കണം. യാക്കോബ് ലേഖനത്തിൻ്റെ വീണ്ടും വചനം പറയുകയാണേ, 3-ാം അധ്യായത്തിൻ്റെ 9-10 ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരി, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരി, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയും? ഉപ്പിന് വെള്ളത്തെ ശുദ്ധീകരിക്കാനാവുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? അപ്പോൾ ഇവിടെ ഇന്ന് നാവിൻ്റെ നിയന്ത്രണം ജീവിതത്തെ മുഴുവൻ, ഇതാണ് അഭിഷേകങ്ങൾ മുഴുവൻ ചോർന്നു പോകുന്നത് നമ്മുടെ സംസാരത്തിലൂടെയാണ്. ഒരുപാട് കൃപ കിട്ടിയ ആളുകളുടെ പോലും കൃപ ചോർന്നു പോയത് അവിടെ നാവിൻ്റെ പാപമാണ്. സംസാരിക്കാൻ പാടില്ലാത്ത ആളുകളോട്, സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, സംസാരിക്കാൻ ദൈവവചന വിരുദ്ധമായത്, വിദ്വേഷം പുലർത്തുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെടുകയാണ്. 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 16-17 ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഭക്തിയൊക്കെ പോകും. കഥയും കെട്ടുകഥയൊക്കെ പറയാൻ പോയാൽ ഭക്തി പോകും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്ന വ്രണം പോലെ പടർന്ന് പിടിക്കും. കണ്ടോ, അപകടങ്ങൾ ഒരുപാടുണ്ടാവുകയെ. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം ഭയങ്കര പവർഫുൾ വചനം. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവം തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. അതിനാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു. അതായത് പാപം എന്താ? നാവിലൂടെയാണ്. ഈ പാപത്തിൻ്റെ എല്ലാം ഉൽപ്പം നാവാണ്. നാവിനെ നിയന്ത്രിക്കുക.
ഞാനും നിങ്ങളും പഠിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒന്നേ ഉള്ളൂ, നാവിൻ്റെ വിശുദ്ധീകരണം. പരിശുദ്ധ അമ്മ നോക്കി, നാവിന് നിയന്ത്രണമുള്ളൊരു അമ്മയാണ്, നാവിന് കൺട്രോളുള്ളൊരു പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ നാവാണെന്ന് ലോകത്തിൽ അപകടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുന്നത് അതിൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത് നാവിലൂടെയാണ് പറഞ്ഞത്. വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവുത്തിയാണ്. അതൊക്കെ വെച്ചാണോ ചിലരുടെ സംസാരം ചില ജീവിതങ്ങളെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളെ ആത്മഹത്യയിലേക്ക് പോലും നയിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളെ പോലും നശിപ്പിച്ചിട്ടുണ്ട്. ചില ആത്മീയ ജീവിതങ്ങളെ പോലും. നാവുത്തിയാണത്. അത് നശിപ്പിക്കുന്നൊരു ലോകം കൂടിയാണ്. ചെറിയൊരു തീപ്പൊരി അത്ര വലിയ വനത്തെയാണ് അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തി ചില ജീവിതങ്ങൾ നശിപ്പിച്ചു കളയും. ക്രിയേറ്റ് ചെയ്യുക. ചില സംശയരോഗികളായ ആൾക്കാർ, ചില സംശയരോഗമുള്ള ഭാര്യ അല്ല ഭർത്താവ്, ചില ആളുകളുണ്ട്, അവർ സംശയം കൊണ്ട് അങ്ങ് പറയേ, അപവാദം പറയേ. അത് നാവുത്തിയാണത്, നാവുത്തിയാണ്. അതൊരു അടുത്ത വചനം പറയേ, നാവുത്തിയാണത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. ഇപ്പം നാവിൻ്റെ ഉത്ഭവസ്ഥാനം ഹൃദയമാണെന്ന് പറഞ്ഞു, മനസ്സിലാണ് ഇരിക്കുന്നത്. ഉള്ളു മുഴുവനും അശുദ്ധമാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ അപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന പക, വിദ്വേഷം, ഇത് മുഴുവനും അതാണ് നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. ചില ജീവിതങ്ങളുടെയൊക്കെ തകർച്ചയ്ക്കും അപകടങ്ങൾക്കെല്ലാം കാരണം അതാ. ആ ഉള്ളു മുഴുവനും വെറുപ്പും പകയും അശുദ്ധിയും ഒക്കെ നിറഞ്ഞിരിക്കുക. അപ്പം അത് ഉള്ളിലൂടെ അങ്ങ് പുറത്തോട്ടൊഴുകും. അപ്പോൾ അനേക ജീവിതങ്ങളെ നശിപ്പിച്ച് കളയും. ദൈവിക മനുഷ്യരെ പോലെ അത് ഇല്ലാതാക്കും. അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളൊക്കെ അത് നശിപ്പിച്ച് കളയുന്നത് കാണാൻ പറ്റും. കാരണം ഉള്ളിലിരിക്കുന്ന ആ തിന്മയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് നമ്മുടെ നാവിൽ, ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വീണ്ടും വചനം യാക്കോബ് ലേഖനം 3:6, നാവുത്തിയാണ്, ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളൊന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. ശരീരം ആണ് മ്ലേച്ഛ പാപങ്ങൾ കൊടുന്ന് മണിക്കൂറുകൾ ഫോൺ വിളി, മണിക്കൂറുകൾ ആവശ്യമില്ലാത്ത കോളുകൾ കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. വിട്ടുകൊടുക്കുക, നമ്മൾ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കുക. സംസാരം, അമിത സംസാരം, അത് അപകടങ്ങളിലേക്ക് വരും. അത് ശരീരം മുഴുവൻ മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യനെ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. നാവൊരു വിഷമാണെന്ന് പറയും. ചില നാവുകൾ വിഷമിരിക്കും. അല്ല, ഒന്നാന്തരം നല്ല വിഷം, സയനൈഡൊക്കെ ഇരിക്കും ചില നാവിൽ. ആളുകളെ, ജീവിത പങ്കാളിക്കെതിരെ, മക്കൾക്കെതിരെ, തിരുസഭയ്ക്കെതിരെ, ജീവിതത്തിനെതിരെ, സമൂഹത്തിൻ്റെ ഒക്കെ ഇത് വിഷം കൊടുക്കുന്ന ഒരു നാവുണ്ട് ചില നാവുകളെ. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനം, 12 മുതൽ 15 വരെയുള്ള വചനം. എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിരിക്കുക, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. തൊണ്ട തുറന്ന ശവക്കുഴി, ദുർഗന്ധം, മ്ലേച്ഛത നിറഞ്ഞത്, അശുദ്ധി നിറഞ്ഞ തൊണ്ട. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. നാവ് ഉപയോഗിക്കുന്നു വഞ്ചിക്കാൻ, ചതിക്കാൻ, വക്രതയ്ക്ക് ഉപയോഗിക്കുന്നു. അവിടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. അവിടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. ജോബ് 20:12-15 പറ. അവരുടെ നാവിനടിയിൽ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. അവിടെ വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ പാദങ്ങളിൽ രക്തം ചൊരിയാൻ കൊണ്ട് എല്ലാം നാവിൻ്റെ അടിയിൽ ഒരു വിഷം. അതുതന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:1-3 എന്നിട്ട് അവിടെ പിശാച് സർപ്പത്തിൻ്റെ വേഷത്തിലാണ് വരുന്നത്, സർപ്പത്തിൻ്റെ രൂപത്തിൽ. കാരണം അത് നാവാണ്, സംസാരമാണ്.
അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവ് വിശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടാലേ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടു. നാവിൻ്റെ ഹോളിനെസ് ഇമ്പോർട്ടൻ്റ്. നാവിൻ്റെ നിയന്ത്രണം കിട്ടിയാൽ ഒരാൾക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നിറയും. യാക്കോബ് ലേഖനം 1:14-15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ മരണത്തെ ജനിപ്പിക്കും. ഇതെല്ലാം നാവാണ്, നാവിലൂടെയാണ്. മുഴുവൻ മനുഷ്യൻ്റെ നാക്കാണ് പ്രശ്നം. ആ നാക്ക് വിശുദ്ധി ഒന്ന് നിയന്ത്രിക്കുക മൊത്തം. അപ്പോൾ നാവിനെ നിയന്ത്രിച്ചാൽ ശരീരം മുഴുവൻ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ ഇപ്പം മൊബൈൽ ഫോണുകൾ അല്ല ഇൻ്റർനെറ്റിനൊന്നും നമ്മൾ പോയി അഡിക്ഷൻ വരില്ല. ഇത് നാവിൻ്റെ നിയന്ത്രണം, അത് കൃപയാണത്. ആ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കണം നമ്മൾ. നിങ്ങളുടെ വാക്കുകൾ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് വചനം യാക്കോബ് ലേഖനം 5:12 പറയും. യാക്കോബ് ലേഖനം 5:12 പറയുന്നുണ്ട്, അത് നിങ്ങളുടെ വാക്കുകൾ അത് അതേ എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ അല്ല മാത്രം പറയുക. അതിനപ്പുറമുള്ളത് മുഴുവൻ ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രസ്തലോഷം നമ്മളിൽ ആ ഒരു തിന്മയുടെ ശക്തി, നാവിൻ്റെ പാപത്തിൻ്റെ ബന്ധനം ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 5:37 നിങ്ങളുടെ വാക്ക് അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദുഷ്ടതനിൽ നിന്ന് വരുന്നു. ദുഷ്ടത നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, പുറത്തോട്ട് വരും. പലപ്പോഴും ഒരാളെ നശിപ്പിക്കുന്നത് പുറത്തുള്ള ആളുകളല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുഷ്ടതയാണ്, വിഷമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പാപം തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ശരിക്കും ഈ പ്രഭാഷകൻ 21:2-3 വചനമുണ്ട്. മകനെ പാപം ചെയ്തിട്ടുണ്ട്, മേൽ പാപം ചെയ്തത്, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തുനിന്ന് പോലെ പാപത്തുനിന്ന് ഓടിയകലുക. അടുത്ത നല്ല കടിക്കുക. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ വിഷങ്ങൾ, ആ പല്ലുകൾ സർപ്പത്തിൻ്റെ പല്ലുകളാണ്, സിംഹത്തിൻ്റെ പല്ലുകളാണ്. അതിൻ്റെ ജീവനാ പോയി. കാരണം വിഷമാണ്, അവിടെ വിഷമുണ്ട് അതിൽ. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ വിഷമുണ്ടോ നോക്കുക. ഒരാൾ നോക്കിയാൽ മതി. ആ കുടുംബത്തിൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാവ് വിശുദ്ധീകരിക്കപ്പെടുക, കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റും കൃപയൊക്കെ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നാവിൻ്റെ 100% നിയന്ത്രണം നമ്മൾ ധ്യാനിച്ച് നേടണം. പരിശുദ്ധ അമ്മ ലൂക്കാ 2:19 പറയുന്ന പോലെ മറിയമായിട്ട് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ഹൃദയത്തില്ല, അമ്മയുടെ നാവിലൂടെ ഒന്നും വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കാം. ഈ കൃപ, കേട്ട വചനത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ പ്രാർത്ഥിക്കാം. യാക്കോബ് ലേഖനത്തിൻ്റെ 4:10-12 വരെയുള്ള വചനം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ, അവിടെ നിങ്ങൾ ഉയർത്തും. താഴ്മ, നിശബ്ദതയോടെ നിൽക്കണം. നമ്മൾ നിശബ്ദത പാലിക്കും. സഹനങ്ങളും പീഡനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ നിയന്ത്രിച്ച് നിൽക്കുക. ദൈവം വിജയിക്കും. ഒരു നിമിഷം ദൈവത്തിൻ്റെ വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. പ്രൈസ് ദി ലോർഡ്. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. വളരെ പരസ്പരം എതിർത്ത് സംസാരിക്കുക. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യും. നിയമത്തിനെതിരെ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 13:34-35 വചനം വിശ്വ അന്ത്യത്താഴ്വേളയിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതാണ് നിയമത്തിനെതിരായിട്ട് ഈശോ നൽകിയ ഒറ്റ നിയമമുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ സഹോദര സ്നേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കരുതെന്ന് പറയുന്നത്. പ്രവർത്തിച്ചാൽ അവിടെ പൈശാചിക ശക്തി പ്രവർത്തിക്കും. നമ്മുടെ നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേ ഉള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളൂ. അപ്പോൾ നീതിവിധിയാളനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. വീണ്ടും വചനം യാക്കോബ് ലേഖനം 4:2-3 വചനം പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ലഭിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവിടെ പറയാം, നിങ്ങൾ വഴക്കിടുന്നു, കൊല്ലുന്നു, നിങ്ങൾ ദേഷ്യപ്പെടുന്നു, അതാണ് നാവിൻ്റെ ദുരുപയോഗം. യാക്കോബ് ശ്ലീഹായുടെ രഹസ്യമാണ്. നാവിൻ്റെ ദുരുപയോഗമാണ് ഒരുവൻ്റെ അഭിഷേകം കിട്ടാത്ത, അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാരണം. അവൻ്റെ നാവിനടിയിലുള്ള വിഷമാണ് ലോകത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നാവിനടിയിലുള്ള അശുദ്ധി മാറണം. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നാവായിട്ട് മാറണം. അവൻ നിയന്ത്രിക്കപ്പെടുന്ന നാവിൻ്റെ നിയന്ത്രണം. യാക്കോബ് ശ്ലീഹ മുഴുവൻ പറഞ്ഞു, നാവിൻ്റെ നിയന്ത്രണമാണ് കൃപയുടെ അടിത്തറ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ നാവിന് നമ്മൾ വളരെ കൂച്ചുവില കിട്ടണം. അപ്പോൾ ദൈവിക ഇടപെടലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവിക വിസ്ഡം നമുക്ക് കിട്ടും, ജ്ഞാനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ വിസ്ഡം കിട്ടില്ല. ഇതിനെ നമുക്ക് കാണാൻ പറ്റും ദൈവവചനത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ സങ്കീർത്തനം 39 സങ്കീർത്തനം 39
1:2 പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. ദുഷ്ടർ ഉള്ളിടത്തോളം എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണിടുമെന്ന് പറയുക. ഇന്ന് ലോകത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോകം, അതാണ് അപകടങ്ങൾ വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചോർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില വാഹനം പോലെയാണ്. അതങ്ങ് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടങ്ങളുടെ ലോകത്തിലേക്ക് പോവുകയാണ്. കുറേ കഴിയുമ്പോൾ അങ്ങ് തകർന്നു പോകുന്നതാണ്. കുറച്ചൊക്കെ ഓടും, ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുറച്ചൊക്കെ ഓടാൻ പറ്റും. പക്ഷേ എവിടെയെങ്കിലും പോയത് തരിപ്പണമായിപ്പോൾ തകർന്നു പോകും. ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പാഠമാണിത്, നാവിൻ്റെ നിയന്ത്രണം. ഒന്നാമത്തെ പാഠമാണ്. എങ്കിലേ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തരുള്ളൂ. നമുക്ക് കിട്ടുന്ന, കേൾക്കുന്ന, അറിയുന്നൊന്നും പുറത്ത് പറയരുത്. അത് ആത്മാവിൽ രഹസ്യമായി സൂക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്കിലേ സ്വർഗീയ രഹസ്യങ്ങളൊക്കെ പരിശുദ്ധമായി വെളിപ്പെടുത്തരുള്ളൂ. സത്താനെ ബന്ധിക്കാനുള്ള വഴികൾ പറഞ്ഞു തരുള്ളൂ. തിന്മയുടെ ശക്തികൾ വരുന്ന വഴികൾ പറഞ്ഞു തരുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. വഴി തുറന്നു കിട്ടുകയുള്ളൂ. സൗഖ്യം കിട്ടുകയുള്ളൂ. കുടുംബത്തിലെ ബന്ധനം, മക്കളിലൊക്കെ ഹീലിംഗ് ഉണ്ടാകണം. എല്ലാം പൈശാചികപീഡയും കുടുംബത്തിൽ നിന്ന് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഈ രഹസ്യം അറിയണം. വചനം പറയുകയാണ്, ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു, എൻ്റെ നിശബ്ദത നിഷ്ഫലമായി, എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. ഞാൻ സംസാരിച്ചു. ഞാൻ നിശബ്ദനായിട്ടിരുന്നു. അപ്പോൾ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങി. ഉള്ളിൽ പ്രാർത്ഥിക്കാൻ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം തുടങ്ങി. കൂടുതൽ പ്രാർത്ഥിക്കണമെങ്കിൽ നിശബ്ദത പാലിക്കണം. ഞാൻ നിശബ്ദത പാലിച്ചപ്പോഴാണ് ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങിയത്. ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ഹൃദയം ജ്വലിച്ചതിന് കാരണം ഈശോ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മിണ്ടുന്നില്ല. ആദ്യം സംസാരിച്ചു, പിന്നീട് സംസാരിക്കുന്നില്ല. ഈശോ കേൾക്കുക മാത്രമേ ഉള്ളൂ, ലിസണിങ് മാത്രം. അപ്പോൾ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് ജ്വലിക്കാൻ തുടങ്ങി. ദൈവവചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി, ഒത്തിരി കേട്ടാൽ മതി, ഹൃദയം ജ്വലിച്ചോളും. കേൾക്കുന്നില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സംസാരമാണ്, അമിത സംസാരമാണ് നമ്മുടെ ദൈവാനുഗ്രഹം മുഴുവൻ കളയുന്നത്. നിയന്ത്രണം, നാവിൻ്റെ നിയന്ത്രണം കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയപ്പെടാനോ നയിക്കപ്പെടാനോ സാധ്യമല്ല. വീണ്ടും വചനം പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൻ്റെ 52-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ, ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുക? ചിലപ്പോൾ ദൈവഭക്തർക്കെതിരെ, തിരുസഭയ്ക്കെതിരെ, അച്ഛന്മാർക്കെതിരെ, മെത്രാന്മാർക്കെതിരെ, വിശ്വാസത്തിനെതിരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ച് വിജയം നേടുമ്പോൾ നമ്മൾ പറയും, ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു. എപ്പോഴും നാശമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. ചില നാവുണ്ട് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി, വിഷമാണ്, ഭയങ്കര അപകടം പിടിച്ചതാണ്. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള, പിന്നെ ചിലർക്കൊണ്ട് മൂർച്ചയൊന്നുമില്ല, പക്ഷേ വളരെ നയപരമായിട്ട് ഞങ്ങൾക്ക് പറയും, നെയ്യ് തേച്ച് പാരയെന്നൊക്കെ പറയും. വളരെ നെയ്യൊക്കെ വളരെ നല്ല ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് വിഷം കൊടുക്കും, വളരെ പോസിറ്റീവായിട്ട് വിഷം വിതയ്ക്കും. അറിയില്ല. അതുകൊണ്ട് നമ്മളിന്ന് മാധ്യമങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിച്ചാണ്. വിഷമാണ്, മുഴുവൻ വിഷമാണ്. ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മുഴുവൻ പോവും. പരിശുദ്ധ അമ്മയ്ക്കെതിരെ, തിരുസഭയ്ക്കെതിരെ, കുർബാനയ്ക്കെതിരെ, ദൈവിക മനുഷ്യർക്കെതിരെയൊക്കെ നല്ല മയത്തിലും നയത്തിലും വിഷം കൊടുക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. മയത്തിലും നയത്തിലും. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. പക്ഷെ അതുകൊണ്ടാണ് ഈശോ പത്രോസ് വാളെടുക്കുന്നവൻ വാളാലെ മരിക്കും, മറ്റുള്ളവരെ നാക്കുകൊണ്ട് മുറിക്കുന്നവൻ ആ നാക്കുകൊണ്ട് അവൻ സ്വയം മുറിയും. അവസാനം അവനെ തന്നെ അത് മുറിച്ച് കളയും. മറ്റുള്ളവർക്ക് വിഷം നാവിലൂടെ കൊടുക്കുന്നവൻ അവസാനം അവൻ തന്നെ ഒരു വിഷത്തിൽ പെട്ടുപോകും. അവൻ്റെ ഉള്ളിലുള്ള അവൻ തീർത്ത് കളയും. അവൻ്റെ വിഷം കൊണ്ട് ഒരാൾ പോകുമ്പോൾ അവനൊരു കാര്യം ഓർത്തോണം, ഞാനിത് പറഞ്ഞപ്പോൾ അവൻ തീർന്നുവെങ്കിൽ ഈ സാധനം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്, നാളെ ഇതെന്നെ അങ്ങ് തീർക്കും എന്നുള്ള കാര്യം ഓർത്തോണം. ആ വാള് നിനക്കെതിരെ കയറി വരും. ആ ആയുധം നിൻ്റെ ജീവിതത്തിലേക്ക് വരും. നിൻ്റെ ജീവിതവും തകർന്നരിപ്പണായി പോവും. അത് ആർക്കെതിരെ പാപം ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളൂ. ഇത്
വഞ്ചക, നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ, നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. ചില നാവിന് നന്മയേക്കാൾ ഇഷ്ടം തിന്മയാണ്. നല്ലത് പറയാൻ ഇഷ്ടം, തിന്മ പറയാം. കുറ്റം പറയണോ, അവൻ രാജാവാണവൻ. സത്യത്തേക്കാൾ വ്യാജവും, സത്യം പറയാൻ ഇഷ്ടമൊന്നുമില്ല. വചനമൊന്നും പറയാം, ദൈവവചനമോ പരിശുദ്ധമോ ഒന്നുമില്ല. വ്യാജം, നുണ പറഞ്ഞു, നുണക്കഥകളും നുണ സംഭവങ്ങളും പറയേ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ചിലക്കിഷ്ടം, ചില നാവിനിഷ്ടം വിനാശകരമായ വാക്കുകളാണ്. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിൻ്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ദൈവം തൻ്റെ കൂടാരത്തിൽ നിന്നെ വലിച്ച് പുറത്താക്കി ചീന്തിക്കളയും. കാരണം ഇതാണ് നാവാണ്, പാപം നിറഞ്ഞ നാവ്, അഹങ്കാരത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ വാക്കുകൾ, ഈഗോ നിറഞ്ഞ, വിഷം നിറഞ്ഞ് വിഷം വെച്ച് കൊടുക്കുകയാണ്. വാളെടുക്കുന്നവൻ വാളാലെ മരിക്കുന്നപ്പോൾ ഈ വാളും കത്തിയും കോടാലിയൊന്നും അല്ലത്, നാവാണത്. അതുകൊണ്ട് നാവിൻ്റെ നിയന്ത്രണം നന്നായിട്ട് വരാതെ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ ആ വാതിൽ കയറാൻ പറ്റില്ല. ആ കൃപയുടെ വാതിൽ, ദൈവവചനത്തിൻ്റെ വാതിൽ, അഭിഷേകത്തിൻ്റെ വാതിൽ, ഡെലിവറൻസിൻ്റെ വാതിൽ, കൃപയുടെ തുറക്കുന്ന ആദ്യം നാവിൻ്റെ നിയന്ത്രണം പരിശീലിച്ചവർക്ക് മാത്രമേ ആ ഒരു സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തികഞ്ഞ ഒരു നിയന്ത്രണത്തിൻ്റെ ആത്മീയത, അഭിഷേകം എനിക്ക് നിനക്കും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഡെലിവറി സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള മ്ലേച്ഛത, അശുദ്ധി എല്ലാം പുറത്തു പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്റെ സ്നേഹിതൻ എന്റെ പ്രിയൻ എന്റെ സ്നേഹിതൻ എന്റെ ബന്ധനങ്ങൾ, അസ്വസ്ഥതകളെല്ലാം ഈ കുടുംബങ്ങളിൽ വിട്ടുപോകും കൽപ്പിക്കുന്നു. ഉചിതനായ യേശുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. എല്ലാ മക്കളും, എല്ലാ കുടുംബങ്ങളിൽ നിന്നും സാത്താന്റെ അരൂപികൾ, പൈശാചിക ശക്തികൾ മുഴുവനായും പുറത്തു പോകണം. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ആശീർവദിക്കുന്ന സമയമാണ്. ആശീർവാദം സ്വീകരിക്കും. കർത്താവിന്റെ വലിയ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.